കോഴിക്കോട് നടക്കാവിൽ നിന്നും ഇന്ന് പുലർച്ചെ 4-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയ റഹീസ് നിരവധി പേർക്കായി നൽകാനുള്ളത് ലക്ഷക്കണക്കിന് രൂപ. ഐഫോൺ വാഗ്ദാനം ചെയ്ത് റഹീസ് പലരിൽ നിന്നായി പണം തട്ടി. പണം തിരികെ ലഭിക്കാതെ വന്നപ്പോഴാണ് റഹീസിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് വിശദീകരിച്ചു. കോഴിക്കോട് നടക്കാവ് ജവഹർ നഗറിൽ നിന്നും ഇന്ന് തട്ടിക്കൊണ്ടുപോകലിന് ഇരയായിട്ടുള്ള വയനാട് പടിഞ്ഞാറത്ര സ്വദേശി റഹീസ് നിരവധി ആളുകൾക്കായി നൽകാനുള്ളത് ലക്ഷക്കണക്കിന് രൂപയാണ്. തട്ടിക്കൊണ്ടു പോകാനെത്തിയ 4-അംഗ സംഘത്തിലുള്ള അഭിരാമിന് 45 ലക്ഷം രൂപ നൽകാനുണ്ട്. അബു താഹിറിന് നൽകാനുള്ളത് 19 ലക്ഷം രൂപയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത സിനാന്റെ ബന്ധുവിൽ നിന്ന് സ്വർണവും പണയം വെച്ചിട്ടുണ്ട്. പിന്നീട് സ്വർണം തിരികെ ചോദിച്ചപ്പോൾ റഹീസ് തിരിച്ചു നൽകിയത് മുക്കുപണ്ടമാണത്രേ. ഇങ്ങനെ നിരവധി ആളുകൾക്കാണ് റഹീസ് പണം നൽകാനുള്ളത്. ഈ പണം വാങ്ങിയതെല്ലാം ദുബായിൽ നിന്നുള്ള വില കുറഞ്ഞ നല്ല ക്വാളിറ്റി കൂടിയ ഐഫോൺ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് റഹീസ് പലരിൽ നിന്നായി പണം തട്ടിയത്. പിന്നീട് ദുബായിൽ കഴിയുകയായിരുന്നു. നാട്ടിലെത്തിയ ശേഷം ഇവരിൽ നിന്നെല്ലാം മുങ്ങി നടക്കുകയുമായിരുന്നു റഹീസ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെ വയനാട്ടിൽ നിന്ന് മാറി നടക്കാവിലുണ്ടെന്ന വിവരം പ്രതികൾ അറിയുന്നത് ഈ റഹീസിന്റെ പെൺസുഹൃത്ത് വഴിയാണ്. അങ്ങനെ പെൺസുഹൃത്തിന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പെൺസുഹൃത്തുമായിട്ടാണ് നടക്കാവിലെത്തുന്നത്. പെൺസുഹൃത്തിന്റെ മൊബൈലിൽ നിന്നും റഹീസിനെ വിളിച്ചു വരുത്തുകയും പുലർച്ചെ റഹീസ് എത്തിയതിനു ശേഷം ഇന്നോവ കാറിൽ കയറ്റി കക്കാടംപൊയിലേക്ക് എത്തിക്കുകയും കക്കാടംപൊയിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് റഹീസിനെ മാറ്റുകയും ചെയ്തു. പിന്നീട് മലപ്പുറത്ത് നിന്നടക്കമുള്ള പോലീസ് ഇവരുടെ മൊബൈൽ നമ്പർ അടക്കം ട്രാക്ക് ചെയ്താണ് കക്കാടംപൊയിലെത്തി ഈ സംഘത്തെ പിടികൂടുന്നത്. പിന്നാലെ നടക്കാവ് പോലീസും കക്കാടംപൊയിലെത്തി പ്രതികളെയുമായി നടക്കാവ് സ്റ്റേഷനിലെത്തി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് നിരവധി തട്ടിക്കൊണ്ടുപോകൽ കേസുകളാണ് കഴിഞ്ഞ മാസങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.